ഹായ്, ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനിൽ A+ ഓർ എബോവ് സ്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും പരിചയപ്പെടുത്തുന്ന ഈ സീരീസിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 12 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഫസ്റ്റ് ഇയർ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രാധാന്യവും വെയിറ്റേജ് ഉള്ളതുമായ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്സ് ആണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്കിന് ചോദിക്കും, അതുപോലെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കും. അങ്ങനെ 9 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്ററാണ് +1ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, മറ്റൊന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ 2 ചാപ്റ്ററും നിർബന്ധമായും നിങ്ങൾ തറവായി പഠിക്കേണ്ടതാണ്. ഓൾറെഡി ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്ററിൽ ഡെറിവേറ്റീവ്സ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ലിമിറ്റിനെ ബേസ് ചെയ്ത് 3 മാർക്ക്. എന്നാൽ ലിമിറ്റ്സിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ഒരുവിധം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെങ്കിലും തീർച്ചയായും പഠിക്കുക, പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഡെറിവേറ്റീവ്സിൽ പ്രധാനമായും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യത. ഒന്ന്, യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അല്ലെങ്കിൽ 1/x, x². ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സെക്കൻഡ് വൺ, ക്വോഷ്യന്റ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്ന ക്വസ്റ്റ്യൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഡെറിവേറ്റീവ്സിലെ ഒത്തിരി ചെറിയ ചെറിയ ഫോർമുലകൾ പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ സീരീസിലെ പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ കീ പോയിന്റ്സ്. Key point number 1. If f of x is a polynomial function, then limit x tending to a f of x equal to f of a. f എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് x ടെൻഡിങ് ടു a, x a അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് f of a ക്ക് ഈക്വൽ ആയിരിക്കും. ആ ഫംഗ്ഷനിൽ x ന് a കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ തന്നെയാണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ പീസ് വൈസ് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ആവശ്യകത ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ, റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a മൈനസ് എഫ് ഓഫ് എക്സ്, ഇതിനെ ലെഫ്റ്റ് ലിമിറ്റ് എന്നാ പറയണേ, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ്, ഇതിനെ റൈറ്റ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് which is the value of limit x tending to a f of x. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകുന്ന വാല്യൂവിനെയാണ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ്. രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് എന്ന് എഴുതേണ്ടതുണ്ട്. ലിമിറ്റുമായി ബന്ധപ്പെട്ട 1-2 സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, limit x tending to a x raised to n minus a raised to n by x minus a. ദാ ഇവിടെ വരുന്ന ഈ സംഗതി അതുപോലെ താഴെ വന്നാൽ ആൻസർ n into power into a raised to n minus 1. വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഈ റിസൾട്ട് യൂസ് ചെയ്ത് ഈ വർഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ലിമിറ്റ് x tending to a x raised to n minus a raised to n by x minus a equal to n into a raised to n minus 1. നെക്സ്റ്റ്, ട്രിഗണോമെട്രിയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ റിസൾട്ടേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. സൈൻ 3x വന്നാൽ ഇവിടെയും എന്ത് വേണം? 3x. എങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ എന്തായിരിക്കും? 1. സോ ഇത്രയുമാണ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇനി ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട് അതിൽ ഫസ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ്. ഉറപ്പായിട്ട് ഈ വർഷം പ്രതീക്ഷിക്കാം ആ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ 1/x. ഇത് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല അറിയണം. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ എഫ് ഡാഷ് എക്സ്, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ ആണ് എഫ് ഡാഷ് എക്സ്, എഫ് പ്രൈം എക്സ് എന്നും പറയും. അത് കാണുന്ന ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x whole divided by h. വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഈ ഒരു ഫോർമുല മാത്രം എഴുതിയാലും നിങ്ങൾക്ക് കിട്ടും 1 മാർക്ക്.
3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലെങ്കിൽ 1/x അല്ലെങ്കിൽ കോസ് എക്സ്. ഈ മൂന്നിൽ ഒന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അത് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എന്താണ് h. അടുത്ത ഡെറിവേറ്റീവ്സിന്റെ ചില സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ആണ്. ഇതുപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കോഷ്യന്റ് റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് കാണാനുള്ള പ്രോബ്ലം ആയിരിക്കും. പക്ഷേ എങ്കിലും ബേസിക് ഫോർമുലകൾ അറിഞ്ഞാലേ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് ടുവിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. ഇത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. എങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ആ ഫോർമുലകൾ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തുന്നു. d/dx ഓഫ് x റൈസ് ടു n, x റൈസ് ടു n ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x എന്ന് പറയുന്നത് n ഇൻറ്റു പവർ ഇൻറ്റു x റൈസ് ടു n മൈനസ് 1. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഒൺലി that is 0. d/dx of 5 എന്ന് പറഞ്ഞാൽ 0 അത്രേ ഉള്ളൂ. കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ഡെറിവേറ്റീവ് 0. d/dx of x എന്ന് പറയുന്നത് എന്താണ്? 1. d/dx of 1/x that is minus 1/x². കാണാതെ പഠിക്കുക. അല്ലെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ x റൈസ് ടു മൈനസ് 1. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താലും കിട്ടും. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. നെക്സ്റ്റ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസി സ്ക്വയർ എക്സ്. കണ്ടോ, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് അല്ലെങ്കിൽ കോ കൊടുത്താൽ കോട്ട് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസി സ്ക്വയർ എക്സ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സിക് എക്സ് ടാൻ എക്സ്, അതിൽ കോ കൊടുത്താൽ അടുത്ത റിസൾട്ട് ആയി കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. സി വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ആൻസറിൽ മൈനസ് വരും. കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോട്ട് എക്സ് മൈനസ് കൊസി സ്ക്വയർ എക്സ്, കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. അതായത് ലെഫ്റ്റിൽ പറഞ്ഞ സംഗതികളിൽ ഒരു കോ കൊടുത്താൽ ഇപ്പുറത്ത് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ കണ്ടോ ടാൻ എക്സ് അതിൽ കോ കൊടുത്താൽ കോട്ട് ടാൻ എക്സ്, അതാണ് കോട്ട് ടാൻജന്റ്. കോട്ട് എന്ന് പറയുന്നത് അതിന്റെ ഡെറിവേറ്റീവ് കൊസി സ്ക്വയർ എക്സ്, സി വന്നുകൊണ്ട് മൈനസ്. അങ്ങനെയൊക്കെ ഓർക്കാം. എന്തായാലും മസ്റ്റ് ആയിട്ട് കാണാതെ പഠിക്കുക. നെക്സ്റ്റ് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. d/dx ഓഫ് k only വന്നാൽ ആൻസർ 0. എന്നാൽ d/dx ഓഫ് k into f of x, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഔട്ട്സൈഡ് എടുക്കാം. k പുറത്ത് വെച്ചിട്ട് ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. d/dx ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ 0. എന്നാൽ d/dx ഓഫ് 2 sin x എന്ന് വന്നാൽ 2 മാറ്റി വെക്കുക, then sin x ന്റെ ഡെറിവേറ്റീവ് എഴുതുക, that is cos x. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് d/dx ഓഫ് സം ഓഫ് 2 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് 2 ഫംഗ്ഷൻ വന്നാൽ ഈച്ച് ടേമിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണുക, ദെൻ പ്ലസ് എങ്കിൽ പ്ലസ് കൊടുക്കുക, മൈനസ് എങ്കിൽ മൈനസ് കൊടുക്കുക, ദെൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. പ്ലസും മൈനസും വന്നാൽ ഈച്ച് ടേമിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ് വൺ d/dx ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ വന്നാൽ വെറുതെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു റൂൾ ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, എഫ് ഓഫ് എക്സ് ഇൻറ്റു d/dx ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് നെക്സ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് അതുപോലെ എഴുതുക, ദെൻ d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. ലാസ്റ്റ് ഫോർമുല d/dx ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ക്വോഷ്യന്റ് റൂൾ. ഈ വർഷം ഈ റൂൾ യൂസ് ചെയ്താണ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് ഫോർമുല? ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. താഴെ ഇരിക്കുന്നത് അതുപോലെ എഴുതിയാൽ സ്വാഭാവികമായിട്ടും ആരാണ് വർക്ക് ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ക്വോഷ്യന്റ് റൂൾ വരുമ്പോൾ സെന്റർ മൈനസ്, അടുത്ത മേളിലിരിക്കുന്നത് അതുപോലെ, അപ്പോൾ താഴെ ഇരിക്കുന്നത് പണി ചെയ്യണം. d/dx ഓഫ് ഡിനോമിനേറ്റർ ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. ക്വോഷ്യന്റ് റൂൾ, മുകളിലും താഴെയും ഫംഗ്ഷൻ ഓഫ് എക്സ് വരുമ്പോൾ ആൻസർ, ഡെറിവേറ്റീവ് കാണുമ്പോഴും മുകളിലും താഴെയും ടേംസ് വരും. അങ്ങനെയൊക്കെ ഓർത്തിരിക്കണം. സോ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വോഷ്യന്റ് റൂൾ. കാണാതെ പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കൂ. ഡിനോമിനേറ്റർ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഈ രണ്ട് റൂളും, ക്വോഷ്യന്റ് റൂളും പ്രോഡക്റ്റ് റൂളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഈ വർഷം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ വർഷം ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് പഠിക്കുക.
എഫ് ഡാഷ് എക്സ് കാണുന്ന ഫോർമുല യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അത് ഫോർമുല. ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? സൈൻ എക്സ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സിന്റെ പ്ലേസിൽ സൈൻ എക്സ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ന്യൂമറേറ്ററിൽ സൈൻ എ മൈനസ് സൈൻ ബി എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. എസ് മൈനസ് എസ് എന്ന് ഷോർട്ട് കട്ട് ഫോർമുലയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ. എസ് മൈനസ് എസ് എന്ന് പറഞ്ഞാൽ 2CS എന്ന് പറഞ്ഞാൽ 2 cos ഈ ആംഗിൾസ് ആഡ് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ 2 2 cos x പ്ലസ് എച്ച് പ്ലസ് എക്സ് എക്സും എക്സും കൂടെ കൂട്ടിയാണ് 2x പ്ലസ് എച്ച് ബൈ 2. ഈ ആംഗിളും ആഡ് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ 2. രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഈ ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക ഡിവൈഡിങ് ബൈ 2. അപ്പോൾ എന്താണ്? സൈൻ എ മൈനസ് സൈൻ ബി 2 cos എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2. എക്സും മൈനസ് എക്സും പോയാൽ എച്ച് ബൈ 2 എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഫോർമുല അറിഞ്ഞിരിക്കണം. എസ് മൈനസ് എസ് സൈൻ എ മൈനസ് സൈൻ ബി വന്നാൽ 2CS. സി മീൻസ് കോസ്, എസ് മീൻസ് എസ്, എസ് മീൻസ് എന്താണ്? സൈൻ. ആദ്യത്തെ ആംഗിൾ എ പ്ലസ് ബി ബൈ 2 ആംഗിൾസ് ആഡ് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ 2. രണ്ടാമത്തെ ആംഗിൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക ദെൻ ഡിവൈഡിങ് ബൈ 2. നെക്സ്റ്റ് സ്മോൾ അഡ്ജസ്റ്റ്മെന്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇത് അതുപോലെ എഴുതി. കോസ് ഇത് അതുപോലെ എഴുതിയാൽ മതി, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് എക്സ് എന്ന് വരും പ്ലസ് അടുത്ത് എച്ച് ബൈ 2. ഇതിനെ ഈ 2നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഇൻറ്റു അടുത്ത സൈൻ എച്ച് ബൈ 2 അതുപോലെ എഴുതി. അടുത്ത ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എച്ചിനെ ഇതിന് മാത്രമായിട്ട് എച്ച് എന്ന് എഴുതാലോ. സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. ഈ മേളിലിരിക്കുന്ന ഈ 2 ആണ് ബൈ 2 എന്ന് എഴുതുക. ആക്ച്വലി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മേളിലിരിക്കുന്ന 2ന് ഈക്വൽ ആണ്. ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ആദ്യത്തെ ഫംഗ്ഷനും ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 രണ്ടാമത്തെ ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ വന്നാൽ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റിസൾട്ട് ഉണ്ട്. അവിടെ ആദ്യം ഈ ടേം മാത്രം എഴുതി, ബാക്കി ഈ 2 എച്ച് ബൈ 2 ആയി അതിനോട്ട് താഴോട്ട് എഴുതി. ഇതിന്റെ വാല്യൂ എന്താണ്? ഈ ലിമിറ്റിന്റെ വാല്യൂ 1 ആണ്. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ 1 എന്ന് കുറച്ച് മുന്നേ സൂചിപ്പിച്ചു. അപ്പൊ ഇത് 1. അപ്പോൾ ഇനി ഇവിടെ എന്ത് ചെയ്യണം? എച്ചിന് 0 എടുക്കുമ്പോൾ ഇത് 0. സോ ആൻസർ എന്ത് കിട്ടി? കോസ് എക്സ്. മോഡൽ എക്സാമിനേഷന് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇതേപോലെ ചെയ്തു വന്നാൽ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. എന്താണ് കോഷ്യന്റ് റൂൾ? മുകളിലും ഫംഗ്ഷൻ ഉണ്ട്, താഴെയും ഫംഗ്ഷൻ. സോ വി ഹാവ് ടു അപ്ലൈ കോഷ്യന്റ് റൂൾ. ഡിനോമിനേറ്റർ താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ സൈൻ എക്സ്. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് മേളിലിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് റൈസ് ടു 5 മൈനസ് കോസ് എക്സ് മൈനസ് മുകളിലിരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ സ്ക്വയർ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. നൗ സൈൻ എക്സ് അതുപോലെ അടുത്ത് ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു n എന്താണ് ഫോർമുല? n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. അപ്പൊ എക്സ് റൈസ് ടു 5 ഇൻറ്റു എക്സ് റൈസ് ടു ഒന്ന് കുറയ്ക്കുക 4. അടുത്ത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതാം. മൈനസ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ ടേം അതുപോലെ എഴുതി. ഫൈനലി സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അത്രയും മാത്രം എഴുതിയാൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് സിംപ്ലിഫിക്കേഷൻ കൂടുതൽ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ 3x ബൈ സൈൻ 4x. നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ 1. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0 താഴെയും 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടും. അങ്ങനത്തെ കേസിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും റിസൾട്ടുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അതിനാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇവിടെ സൈൻ 3x വന്നാൽ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? 3x വന്നാൽ ലിമിറ്റ് കാണാൻ നമുക്ക് ഫോർമുല അറിയാം. അപ്പൊ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്മോൾ അഡ്ജസ്റ്റ്മെന്റ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ഈ സൈൻ 3x അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്തു? ഈ സെയിം ആംഗിൾ 3x. താഴെ ഒരു ടേം ഡിവൈഡ് ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ അതേ ടേം മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മേളിൽ 3x കൊടുത്തു. അടുത്ത ഈ ഡിവൈഡഡ് ബൈ എഴുതി. താഴെ സൈൻ 4x. അപ്പൊ ഈ 4x താഴെ വരണം. അപ്പൊ ബൈ 4x കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 4x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഈ എക്സും ക്യാൻസൽ ചെയ്താൽ പിന്നെ എന്താണ്? 3/4.
കോൺസ്റ്റന്റ് ലിമിറ്റിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഈ 3/4 ഇനി പുറത്തെടുത്തു. ബാക്കി ഈ ലിമിറ്റ് മുകളിലും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു, താഴെയും കൊടുത്തു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മേളിൽ കൊടുക്കുമ്പോൾ sin 3x/3x, താഴെ കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin 4x/4x. ഇതിന്റെ വാല്യൂ 1, ഇതിന്റെയും വാല്യൂ 1. സോ 3/4 into 1 ആൻസർ എന്താണ്? 3/4. ഇത്തരത്തിലുള്ള ഏത് പ്രോബ്ലം വന്നാലും ആൻസർ ഇത് തന്നെയായിരിക്കും. കണ്ടോ, 3/4. sin 5x/sin 2x വെച്ചാൽ ആൻസർ 5/2. എങ്കിലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കാണെങ്കിൽ ഇതേപോലെ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് കാണിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x raised to 15 minus 1 by x raised to 10 minus 1. എക്സിന് 0 കൊടുത്താൽ, സോറി ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അല്ല, ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്തോളുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എന്നാണ് കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 raised to 15, 1 minus 1 0, താഴെയും എന്ത് വരും? 0. 0/0 എന്ന ഫോമിൽ വരും. 0/0 വന്നാൽ ഇതിനെന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? അല്ല എങ്കിൽ നമ്മൾ നേരത്തെ പഠിപ്പിച്ച ഏതെങ്കിലും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരു പ്രോപ്പർട്ടി അറിയാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x raised to n minus a raised to n by x minus a വന്നാൽ എന്താണ് ഫോർമുല? n into a raised to n minus 1. ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അല്ല 1 എന്നാണ് കേട്ടോ. ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, ഇവിടെ x raised to 15 മൈനസ് 1നെ 1 raised to 15 എന്ന് എഴുതാം. ബൈ നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ x minus 1 താഴെ വരണം. താഴെ കൊടുത്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മേളിലും കൊടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെയും അതേപോലെ x raised to 10 മൈനസ് 1നെ 1 raised to 10 എന്ന് എഴുതാം. ബൈ ആ റിസൾട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ താഴെ എന്ത് വേണം? ഈ സംഗതി കണ്ടോ, x minus 1 കൊടുത്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവനും തട്ടിക്കളയാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ്? ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിപ്പിച്ച ഫോർമുല, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x raised to 15 മൈനസ് a raised to 15 1 raised to 15 ബൈ x minus a x minus 1. എങ്കിൽ എന്താണ് ഫോർമുല? n into 15 into a raised to a എന്ന് പറഞ്ഞാൽ 1 raised to 1 കുറച്ചെഴുതുക 14 ഡിവൈഡഡ് ബൈ ഇവിടെയും അതേ ഫോർമുല x raised to n എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ n into 10 into a raised to a എന്ന് പറഞ്ഞാൽ 1 raised to പവർ 1 കുറച്ചെഴുതുക. 1 raised to എന്ത് വന്നാലും ആൻസർ 1 ആണ്. സോ ഫൈനൽ ആൻസർ 15/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അതിന് സമാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 റൂട്ട് 1 plus x minus 1 by x. എക്സിന് 0 എടുത്താൽ ഇവിടെ റൂട്ട് 1 minus 1 0, 0/0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ച ആ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്ക് അറിയാവുന്ന ഫോർമുല, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x raised to n സിംഗിൾ ടേം ആയിരിക്കണം. ഇവിടെ 1 plus x എന്നിരിക്കുന്നു, അതിനെ സിംഗിൾ ടേം ആക്കാൻ അതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. 1 plus x ന് y എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ x ഈക്വൽ ടു എന്ത് എഴുതാം? y minus 1 എന്ന് എഴുതാം. ഇനി ഇവിടെ x ടെൻഡിങ് ടു 0 ആണ്, നമ്മളിത് കംപ്ലീറ്റ് y-ലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ x 0 ആകുമ്പോൾ y-യുടെ വാല്യൂ എന്ത്? x 0 ആകുമ്പോൾ ഇവിടെ കൊടുത്ത y ഈക്വൽ ടു 1, അതായത് x ടെൻഡിങ് ടു 0 ആകുമ്പോൾ y ടെൻഡിങ് ടു 1. നേരെ ഇവിടെ വരിക, ലിമിറ്റ് y ടെൻഡിങ് ടു 1 റൂട്ട് 1 plus x ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? y കൊടുത്തു. മൈനസ് 1 ബൈ x എന്ന് പറഞ്ഞാൽ എന്താണ്? y minus 1. ലിമിറ്റ് y ടെൻഡിങ് ടു 1 റൂട്ട് എന്ന് പറഞ്ഞാൽ റൈസ് ടു 1/2 എന്നാണ്. റൂട്ട് x എന്ന് പറഞ്ഞാൽ x റൈസ് ടു 1/2. അപ്പൊ റൂട്ട് y എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? y റൈസ് ടു 1/2 മൈനസ് 1നെ 1 റൈസ് ടു 1/2 എന്ന് എഴുതാം ബൈ y minus 1. ഇതാ നോക്കിയൊക്കെ, y minus 1 താഴെ വന്നു. അപ്പൊ നമ്മുടെ നേരത്തെ ലിമിറ്റിന്റെ റിസൾട്ട് യൂസ് ചെയ്യാം. n into n എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 into a raised to 1 raised to എന്ത് വന്നാൽ ആൻസർ 1 ആണല്ലോ. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. ഫൈനൽ റിസൾട്ട് എന്ത് കിട്ടും? 1/2. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a x raised to n മൈനസ് a raised to n ബൈ x minus a. റിസൾട്ട് എന്താണ്? n into a raised to n minus 1. ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, d/dx ഓഫ് cos x by 1 plus sin x. അഗൈൻ കോഷ്യന്റ് റൂൾ, താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ d/dx ഓഫ് cos x മൈനസ് മേളിലിരിക്കുന്ന cos x അതുപോലെ, then d/dx ഓഫ് താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ സ്ക്വയർ, അതായത് 1 plus sin x the whole square. 1 plus sin x അതുപോലെ cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x മൈനസ് ഈ cos x എഴുതി 1 plus sin x ന്റെ ഡെറിവേറ്റീവ്, sin x ന്റെ ഡെറിവേറ്റീവ് cos x, 1 ന്റെ 0, 1 cos x plus 0 cos x എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നത് അതുപോലെ എഴുതാം. ഇത്രയും എഴുതിയാലും മാർക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്തു നോക്കാം. ഞാൻ സിംപ്ലിഫിക്കേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
find the derivative of f of x equal to 1 by x using first principle. നമ്മൾ sin x ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിലും 1 by x കൂടെ പഠിക്കുന്നത് നല്ലതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h minus f of x whole divided by h. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ 1 by x. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h എങ്ങനെ എഴുതാം? 1 by x plus h minus f of x 1 by x whole divided by h. ലിമിറ്റ് h ടെൻസ് ടു 0 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x ഇങ്ങോട്ട് വന്നു മൈനസ് ഈ x plus h ഇങ്ങോട്ട് വന്നു. ഹോൾ ഡിവൈഡഡ് ബൈ x plus h ഇൻറ്റു x. അടുത്ത് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ തന്നെ ഈ h വരും. കണ്ടോ, ഈ എഴുത്ത് മനസ്സിലായല്ലോ? ഇത് ഇൻറ്റു h എന്ന് എഴുതാം. മേളിൽ എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ പിന്നെ ലിമിറ്റ് h ടെൻസ് ടു 0 ഈ മൈനസ് h ബൈ താഴെയുള്ളത് അതുപോലെ എഴുതുക. എച്ചും ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് എച്ചിന് 0 കൊടുക്കുക. ആഫ്റ്റർ കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷൻ എച്ചും ക്യാൻസൽ ചെയ്തിട്ട് എച്ചിന് 0 കൊടുത്താൽ ഇത് 0. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. സോ ഫൈനൽ ആൻസർ -1 ബൈ താഴെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. സോ ഡെറിവേറ്റീവ് ഓഫ് 1 by x എന്ന് പറയുന്നത് എന്താണ്? -1 by x സ്ക്വയർ. ആ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ വൺ. ഫൈൻഡ് f of x equal to 2x cube minus 1. Then find f dash 1. f of x ന്റെ ഡെറിവേറ്റീവിനെയാണ് f dash x എന്ന് പറയുന്നത്. അപ്പോൾ f of x ന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് x ന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ കിട്ടുന്നതാണ് f dash 1. നിങ്ങൾക്കറിയാം f of x x cube f of x equal to 2x cube minus 1 ആണ് എങ്കിൽ f dash x ഇവന്റെ ഡെറിവേറ്റീവ് 2 കോൺസ്റ്റന്റ് മാറ്റി വയ്ക്കുക. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 into x raised to 2 എന്ന് വരും. 3 into 2 6x square. ഇത് -1 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. അപ്പോൾ 6x square minus 0 എന്ന് പറഞ്ഞാൽ 6x square. ഈ കിട്ടിയത് f dash x. എങ്കിൽ what is f dash 1? x ന് 1 കൊടുത്താൽ മതി. 1 കൊടുക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് x square plus 1 into cos x. കോഷ്യന്റ് റൂൾ ചോദിച്ചില്ല എങ്കിൽ പ്രോഡക്റ്റ് റൂൾ ചോദിക്കും. ഇവിടെ പ്രോഡക്റ്റ് റൂൾ എന്താണ്? പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ x square plus 1 അതുപോലെ then d by dx of cos x രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് cos x ന്റെ ഡെറിവേറ്റീവ് minus sin x പ്ലസ് പ്രോഡക്റ്റ് റൂളിൽ സെന്ററിലെ സൈൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ cos x അതുപോലെ then ഇവന്റെ ഡെറിവേറ്റീവ് 1 into 0 x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അത്രയും എഴുതിയാൽ മതി. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ d by dx of x square plus 1 into cos x പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും വ്യത്യസ്തമായ ചില ക്വസ്റ്റ്യൻസും അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പരിചയപ്പെടുന്നത്. കൺസിഡർ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഫസ്റ്റ് പാർട്ട് ഡിഫൈൻ എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്. ഇങ്ങനെ ചോദിക്കാം. ഈ ഗ്രാഫ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പരിചയപ്പെട്ടതാണ്. എന്താണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത? എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1. അടുത്ത് പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1. 0.5 വന്നാൽ 1 ആണ്, 1 വന്നാൽ 1 ആണ്, 1.2വിന്റെ ഇമേജ് 1 ആണ്. അതായത് എക്സ് 0യോ അതിനേക്കാളും വലുത് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 1. നെക്സ്റ്റ് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എക്സ് 0യേക്കാളും ചെറുതാകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇതാ ഇങ്ങനെ പോകുന്നു അല്ലേ? നമുക്കറിയാം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ആ ഫംഗ്ഷന്റെ പേരെന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ എക്സ്. അതായത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ. അല്ലെങ്കിൽ -1 വരുമ്പോൾ ഇമേജ് -1, -2 വരുമ്പോൾ -2, -3 വരുമ്പോൾ -3. സെയിം ഫംഗ്ഷൻ തന്നെ. സോ എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തിരിച്ചറിയാം. ഇതാണ് ഡെഫിനിഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്. ഈ 0 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് സൈഡ് വരുമ്പോൾ ഒരു വാല്യൂ ആണ്, ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ മറ്റൊരു വാല്യൂ ആണ്. അത് എന്താണെന്ന് നോക്കാം. ഇപ്പൊ എക്സ് 0യേക്കാളും വലുതാകുമ്പോൾ, അതായത് 0യുടെ തൊട്ടടുത്ത് റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0യുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റൈറ്റ് സൈഡിൽ വരുന്ന വാല്യൂ, അതിന്റെ ഇമേജ് എന്തായിരിക്കും അല്ലെ? ഇപ്പൊ 0 തൊട്ടടുത്ത് വരുന്നത് 0.1. 0.1ന്റെ ഇമേജ് എന്താണ്? 0.1ന്റെ ഇമേജ് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 0.2 വന്നാലും 1 ആണ്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് 1 ആണെന്ന് മനസ്സിലാക്കാം. 0യുടെ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷന്റെ വാല്യൂ 1.
അതേസമയം സീറോയുടെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂവിന്റെ ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് വരുമ്പോൾ എക്സ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ -0.9 ആണെങ്കിൽ ആൻസർ എന്ത് വരും? -0.9 എന്ന് വരും. -0.8 ആണെങ്കിൽ -0.8 എന്ന് വരും. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തല്ല? ഈക്വൽ അല്ല. റൈറ്റ് ലിമിറ്റ് 0.1 എന്ന് കിട്ടിയാൽ ലെഫ്റ്റ് ലിമിറ്റ് 0.9 എന്നാ കിട്ടുന്നത്. രണ്ടും ഈക്വൽ അല്ല. therefore ലിമിറ്റ് doesn't exist. ഇത്തരത്തിൽ ഫിഗറിൽ നിന്ന് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടെത്തി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. 2018-19 ഇയേഴ്സിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ യാതൊരുവിധ ടെൻഷന്റെയും ആവശ്യമില്ല. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കും. മോഡൽ എക്സാമിനേഷന് ലിമിറ്റ്സിൽ നിന്ന് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എങ്കിലും പബ്ലിക് എക്സാമിനേഷന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെറിവേറ്റീവ്സിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഈ ചാപ്റ്ററിലെ 9 മാർക്സും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസുമായി വീണ്ടും കാണും. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.